ഹായ് ഹലോ ഐ ആം നിതിൻ. ദിസ് ഈസ് NSK Maths. അപ്പൊ NSK Mathsന്റെ മറ്റൊരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന SLCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ അകത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. പലതവണ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പലതവണ SLCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നന്നായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് x-4 is the factor of a polynomial. That is very important. x-4 ഫാക്ടർ ആണെങ്കിൽ P of 4 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി x+4 ആണ് ഫാക്ടർ എങ്കിൽ എന്തായിരിക്കും? P of -4 എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലാക്കുക. സൈൻ മാറ്റുക, സൈൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. അപ്പൊ ഇവിടെ x-4 ഫാക്ടർ ആയതുകൊണ്ട് P of 4 എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പോളിനോമിയൽ അവർ തന്നിട്ടുണ്ട്. പോളിനോമിയൽ എന്താ തന്നിരിക്കുന്നത് നോക്കിക്കേ. P of x. നമുക്ക് പോളിനോമിയലിനെ P of x എന്ന് വിളിക്കാം. P of x is equal to x² plus 7x minus k. എന്താ അവർ പറഞ്ഞു? ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്നാണ്. നമുക്കറിയാം P of 4 0 ആണ്. കാരണം x-4 ഫാക്ടർ ആയതുകൊണ്ട് P of 4 0 ആയി. നമുക്കറിയാം P of 4 എങ്ങനെ കണ്ടുപിടിക്കും? x ഉള്ളടുത്ത് 4 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ x ഉള്ളടുത്ത് 4 ഇടുമ്പോൾ 4² plus 7 into 4 minus k ഈക്വൽ ടു എന്തായിട്ട് എഴുതിക്കോണം? 0. അവിടാണ് കാര്യം ഇരിക്കുന്നത്. മനസ്സിലായില്ല? ആ 0 എഴുതിക്കോണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4² 16 plus 7 into 4 28 minus k is equal to എന്ത്? 0. 16 28 അല്ലെ? 28 10 38 38 6 44 മൈനസ് കെ ഈസ് ഈക്വൽ ടു 0. നമുക്ക് കെ അല്ലേ വേണ്ടത്? ഈ മൈനസ് കെ ഈക്വൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് കെ ആവും. therefore കെ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 44. മനസ്സിലായല്ലോ? ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫാക്ടർ നോക്കുക. x-4 ഫാക്ടർ ആയതുകൊണ്ട് P of എന്താണ്? 4 ഈസ് ഈക്വൽ ടു 0. ഇനി x+4 ആണ് ഫാക്ടർ എങ്കിൽ നിങ്ങൾ എന്ത് എഴുതിക്കോണം? P of എന്താണ്? -4 എന്തായിരുന്നതിനെ? 0 ആയിരിക്കും. അതാണ് നമ്മൾ ഈ കണക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.